എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി, അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞേക്കട്ടെ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എന്താ ഈ സ്റ്റേറ്റ് വൈഡ് എക്സാം എന്ന് പറഞ്ഞാൽ? അതായത് 14 ഡിസ്ട്രിക്റ്റിലെ സ്റ്റുഡൻസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. അതായത് ഇപ്പൊ നമ്മുടെ LDC എക്സാം കഴിഞ്ഞു അല്ലെ? LDC എക്സാമിൽ എങ്ങനെയായിരുന്നു? ഓരോ ജില്ലയ്ക്കായിരുന്നു. അപ്പൊ ഓരോ ജില്ലയിലെ സ്റ്റുഡൻസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു നടന്നിരുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താ അത്രത്തോളം ഹൈലി കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ആണ് അല്ലെ? ഓക്കെ, ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് നവംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം അവസാനത്തോടു കൂടി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് 2025 ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആയിട്ട് അതിന്റെ പ്രിലിംസ് നടക്കും. ആ വർഷം തന്നെ 2025 ലാസ്റ്റോട് കൂടി തന്നെ അതിന്റെ മെയിൻസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, പിന്നെ ഡിഗ്രി ലെവൽ എക്സാം ആണ് അല്ലെ? പിന്നെ ഇപ്പൊ കഴിഞ്ഞ LDC എക്സാമിന്റെ ഒക്കെ റിസൾട്ടും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒക്കെ 2025 2026 ഒക്കെ ആവും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ കൂടി നിങ്ങളുടെ ഒപ്പം മത്സരിക്കാനുണ്ടാവും എന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല, പക്ഷെ ഇതൊക്കെയാണ് ഫാക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എത്രയും നേരത്തെ നമുക്ക് പഠിക്കാൻ പറ്റുന്നു അത്രയും നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം. ഓക്കെ ഓക്കെ, ഇനി ഇതിന്റെ സിലബസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? മാത്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട് അല്ലെ? മാത്സിന് 20 മാർക്ക്, ഇംഗ്ലീഷിനും 20 ഉണ്ട്, പിന്നെ മലയാളത്തിന് വന്നിട്ടുള്ളത് 10 മാർക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഒരു 50 മാർക്ക് അല്ലെ? ഇറ്റ്സ് ഔട്ട് ഓഫ് 50 ആണ്. ഈ 3 സബ്ജക്ട് കൂടി മാക്സിമം നമുക്ക് കിട്ടുന്നത് 50 ആണ്. അവിടെ വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 40 അല്ലെങ്കിൽ 45 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ബാക്കിയുള്ള പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്ത് വരാൻ പറ്റും കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ പ്രിലിംസിന് വേണ്ടി മാത്രമല്ല, പ്രിലിംസും മെയിൻസും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ മെയിൻസിന്റെ സിലബസ് ആണെങ്കിൽ തന്നെ ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലാണ് പിന്നെയും കുറച്ച് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്സിന് 20 മാർക്ക്, ഇംഗ്ലീഷിന് 20 മാർക്ക്, മലയാളത്തിന് 10 മാർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിന് 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിന് 10 മാർക്ക്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. ഹിസ്റ്ററിക്ക് 10 മാർക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽ സിലബസിൽ നമ്മൾ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ വരുന്നത് ഗ്രാമർ പോർഷന് 10 മാർക്കും വൊക്കാബുലറിക്ക് 10 മാർക്കും. ഇങ്ങനെയാണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത് കേട്ടോ. 20 മാർക്സിൽ 10 മാർക്ക് ഗ്രാമറിനും അതേപോലെ തന്നെ വൊക്കാബുലറിക്കാണ് വരുന്നത്. അപ്പൊ ഇതില് ടൈപ്സ് ഓഫ് സെന്റൻസസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഓക്കെ, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ് നമ്മുടെ കോൺകോഡ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഉണ്ട്, പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസ് ആൻഡ് കണ്ടീഷണൽ, ഇഫ് കണ്ടീഷൻ, പ്രപ്പോസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കയറി വരുന്നുണ്ട്. എന്നാലും ഒരുവിധപ്പെട്ടതെല്ലാം നമ്മുടെ LDCക്ക് ഉണ്ടായിരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ വൊക്കാബുലറിയും ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. 10 മാർക്കിന് വൊക്കാബുലറി ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 20 മാർക്സ് ആണ് നമുക്ക് ഇംഗ്ലീഷിനുള്ളത്. അപ്പോ ഈ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമറും വൊക്കാബുലറിയും കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, ഇനി നമ്മുടെ കോഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം. സെക്രട്ടറി റെസിഡന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ്. ഈ കോഴ്സ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. ടോപ്പിക് വൈസ് ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും രാത്രി 9 മണിക്കായിരിക്കും ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് അത് കാണാൻ പറ്റും. പിന്നെ അതിന്റെ PDF നോട്ട്സ് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് കവർ ചെയ്താണ് വരുന്നത് കേട്ടോ. അപ്പൊ ഗ്രാമർ മാത്രമല്ല, വൊക്കാബുലറിയും ഗ്രാമറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. 399 റുപ്പീസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്രാമർ വൊക്കാബുലറി ക്ലാസ്സിന് ചാർജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ലൈവ് സെഷൻസ് വെക്കും. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് വെച്ചാലായിരിക്കും അത് കുറച്ചും കൂടെ ബെറ്റർ. അതുകൊണ്ട് തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമന്റുമായിട്ട് പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ബാച്ച് എന്ന് പറയുന്നത് 800 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ സീരീസ് ബാച്ച് ആണ്. 800 ഇംഗ്ലീഷ് ക്വസ്റ്റ്യന്റെ സീരീസ് ബാച്ച് കേട്ടോ. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. അതായത് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഈ 800 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ സീരീസ് ബാച്ചിൽ കയറണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്
500 PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഡിഗ്രി ലെവലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ PYQ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 300 എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മിസ് അത്യാവശ്യം എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷെ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഇംഗ്ലീഷിന് മാർക്ക് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനായിരിക്കും നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ സെറ്റ് ആക്കി തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 299 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ 800 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ബാച്ച് ആണ്. ഇതിന്റെ പ്രൈസ് 299 ആണ്. ഇങ്ങനെയുള്ള 2 ബാച്ചുകളാണ് ഇപ്പൊ നമ്മൾ തൽക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ HCA ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. പിന്നെ സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഈ സെക്രട്ടറി റെസിഡന്റ് എക്സാമിന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എക്സാമുകളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.